നമസ്കാരം. മലയാളത്തിൻ്റെ താരരാജാവായ മോഹൻലാൽ ആദ്യമായി സംവിധാനം ചെയ്യുന്ന സിനിമ റിലീസിനൊരുങ്ങുകയാണ്. ഇതിനോടനുബന്ധിച്ചുള്ള വിശേഷങ്ങളാണ് ഈ ദിവസങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ വർഷങ്ങൾക്ക് മുൻപ് ഒരു അഭിമുഖത്തിൽ പങ്കെടുത്ത മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ കൂടി സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. സിനിമാ താരമായതുകൊണ്ട് എല്ലാ കാലത്തും ഗോസിപ്പ് കോളങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ടി വന്നവരിൽ ഒരാളാണ് മോഹൻലാൽ. ഒരു കാലത്ത് മദ്യപിക്കുകയും പുകവലിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പേരിൽ നടൻ വിമർശിക്കപ്പെട്ടിരുന്നു. മാത്രമല്ല, സ്ത്രീ വിഷയങ്ങളുടെ പേരിലും മോഹൻലാലിൻ്റെ പേരിൽ കഥകൾ പ്രചരിച്ചിരുന്നു. ഇത്തരം ഗോസിപ്പുകൾക്കുള്ള മറുപടിയാണ് അഭിമുഖത്തിൽ മോഹൻലാൽ പങ്കുവച്ചത്. മോഹൻലാലിനെ കുറിച്ച് വന്ന ഗോസിപ്പുകളെക്കുറിച്ചായിരുന്നു ഒരു പരിപാടിയിൽ അവതാരകനായ ജോണി ചോദിച്ചത്. എനിക്ക് എയ്ഡ്സ് ആണെന്ന് പറഞ്ഞും പ്രചാരണമുണ്ടായിരുന്നു. തമിഴ് പത്രങ്ങളാണ് അങ്ങനെ ഒരു വാർത്ത വന്നത്. തനിക്ക് ക്യാൻസർ ആണെന്നും പറഞ്ഞവരുണ്ട്. താൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ എന്നെ അവിടെ വന്ന് കണ്ടുവെന്നും ഒരാൾ പറഞ്ഞതടക്കം രസകരമായ ഒരുപാട് കഥകൾ തന്നെ കുറിച്ച് കേട്ടിട്ടുണ്ടെന്നാണ് മോഹൻലാൽ പറയുന്നത്. മോഹൻലാലിനെ കുറിച്ച് കേട്ട ഒരു ആരോപണമുണ്ടെന്ന് പറഞ്ഞ് അവതാരകനും ഒരു കഥ പറഞ്ഞു. മോഹൻലാലിൻ്റെ ഒപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം 3000 പിന്നിട്ടു. അതിൻ്റെ പേരിൽ ഒരു ആഘോഷവും നടത്തിയിരുന്നു എന്നാണ് ആഘോഷി. ഈ ചോദ്യത്തോട് ഒരു വികാരവും പ്രകടിപ്പിക്കാതെയാണ് മോഹൻലാൽ മറുപടി പറഞ്ഞത്. അത് ശരിയല്ല, 3000 അല്ല, അതിൽ കൂടുതൽ ഉണ്ടാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു തമാശയായിട്ടേ പറയാൻ സാധിക്കുകയുള്ളൂ. അതൊരു ഗോസിപ്പാണ്. എന്ത് വേണമെങ്കിലും അങ്ങനെ പറയാം. നമ്മുടെ പത്രങ്ങളും മാസികകളും വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ്. ഇൻ്റർവ്യൂവിൽ ഇറങ്ങിപ്പോകേണ്ട തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. മോഹൻലാൽ ആയതുകൊണ്ട് മാത്രമാണ് ക്ഷമയോടെ ചിരിച്ചുകൊണ്ട് മറുപടി കൊടുത്തത്. മോഹൻലാലിൻ്റെ സ്ഥാനത്തേക്ക് മമ്മൂട്ടിയോ സുരേഷ് ഗോപിയോ ആയിരുന്നുവെങ്കിൽ കലിപ്പായേനെ എന്നാണ് കമൻറ്റുകൾ വരുന്നത്. മഹാനടൻ എന്നതിലുപരി ഒരു മഹാമനുഷ്യൻ കൂടിയാണ് മലയാളികളുടെ പ്രിയപ്പെട്ട മോഹൻലാൽ എന്നിങ്ങനെയാണ് നിരവധി കമൻറ്റുകൾ ഇതിന് വരുന്നത്.